നമ്മുടെ അഖിൽ മാരാർ ദിലീപിനെ വെച്ച് ഇപ്പോൾ ഒന്ന് രണ്ട് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. ദിലീപേട്ടനോട് എല്ലാവരും മാപ്പ് പറയേണ്ടി വരും, ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ദിലീപിനെ ന്യായീകരിച്ച് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. സത്യത്തിൽ ആ പോസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് ദിലീപിന് പ്രയോജനമൊന്നുമില്ല, കുറച്ചുകൂടെ വഷളാവാനേ ചാൻസ് ഉള്ളൂ. കാരണം ഈ മണ്ടന ഇതിനകത്ത് കയറി ആവശ്യമില്ലാതെ മീഡിയ അറ്റൻഷനൊക്കെ കൊടുത്ത് ആളുകളെ വെറുപ്പിക്കും. എന്നാൽ ഈ ആളെ ഡയറക്റ്റ്ലി അറിയാവുന്ന മുഴുവൻ ആൾക്കാർക്കും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. നേരിട്ട് പരിചയമുള്ളവരോടൊക്കെ എന്തൊക്കെയോ അലമ്പ് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. അതിന് മുമ്പ് ആ സിനിമാ സംബന്ധമായ പരിപാടിയിൽ ഓരോ ഡീൽ ചെയ്യുമ്പോഴും പിന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പലയിടത്തും പോയി അലമുണ്ടാക്കാൻ സാധ്യതയുള്ളൊരുത്തൻ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ പൊട്ടത്തരം കാണിക്കുമ്പോൾ കമൻറ്റ് ഇടുന്നവരെ കൊണ്ട് സത്യത്തിൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അല്ലാത്ത സകല മനുഷ്യരെയും വെറുപ്പിക്കാൻ സാധ്യതയുള്ളൊരുത്തനെ ഇവൻ. പിന്നെ ഇവൻ്റെ വർത്തമാനം കേട്ടാൽ വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ലാതെ വേറെ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ കുറേ ആളിഞ്ഞ കുറേ പിള്ളേരും ഈ ഒരു സെൻസും വർക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ എന്തിനും കാര്യം പറഞ്ഞാൽ എന്തിനാ പറയുന്നതെന്ന് ഒരു മനസ്സിലാകാത്ത വിഡ്ഢികളൊക്കെയാണ് ഈ അഖിൽമാരാറിനെ താങ്ങുന്നത്. പിന്നെ ഇവൻ എന്താ സാധനം എന്ന് ചോദിച്ചാൽ ഒരു പടം എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെയുള്ള കാര്യം ആ ഉണ്ടാക്കാൻ കൂടെ നിന്നവർക്കും അതിനെ ചുറ്റിപ്പറ്റുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബിഗ് ബോസ്, അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു അങ്ങനത്തെ ഒരു ഷോയാണ്, അതുപോലത്തെ കാൻഡിഡേറ്റ്സ് ആണ്, അത്രയും പരിപാടിയാണ്. അല്ല വേറെ കൊള്ളാവുന്നിടത്തും പോയി ഒരു പരിപാടി അവതരിപ്പിച്ചതോ എന്തെങ്കിലും ചെയ്തതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. വേറെ വലിയ സംഭവമൊന്നും ഇല്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിലും പറഞ്ഞു പിടിപ്പിക്കുന്നതൊക്കെ നല്ല വിഡിത്തരങ്ങളാണ്. അപ്പോൾ ഇവൻ ഈ ദിലീപിനെ മിക്കവാറും ഒരു പരുവത്തിലാക്കാൻ സാധ്യതയുണ്ട്. ദിലീപിനോട് ഒന്ന് സെൽഫി എടുത്തിട്ട് ദിലീപ് അറിഞ്ഞിട്ടാണോ പറയുന്നതെന്ന് അറിയത്തില്ല. ദിലീപിനോട് കൂടി വല്ല പടം എടുക്കാമെന്നോ വല്ല ധാരണയുണ്ടോ അങ്ങനെ സൂചിപ്പിച്ച് ഇവരുടെ രീതി അറിയാമല്ലോ, ഇത്രയും നക്കി വരുന്നവന്മാരുടെ ഈ പട്ടി നക്കുന്ന പോലെ ഇങ്ങനെ നക്കി നക്കി നടക്കും, പുറകെ നൈസായിട്ട് വന്ന് മുട്ടി നിൽക്കും, വാലാട്ടി കാണിക്കും, കുരയ്ക്കത്തില്ല, കുരയ്ക്കും വേറെ ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് നിന്നുണ്ട്. അതാണ് ഈ പട്ടി ഷോ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതുപോലൊക്കെ കാണിച്ച് പറ്റി കൂടിയിട്ടുണ്ട്, മനസ്സിലായോ? അവിടെ ഇവിടേക്ക് ഇരുന്ന് പറയുക. 2 ഇൻ്റർവ്യൂവിലാണ് ഞാനിത് കാണുന്നത്. ദിലീപ് തന്നെ വിളിച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇവനെ പോലത്തെവന്മാർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞേക്കുക. ഒന്നാമത് ഇവൻ എന്തോ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ദിലീപിനോട് കൂടി വിളിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ റോൾ കിട്ടും എന്നൊക്കെ ഉള്ള റോൾ കിട്ടുന്നല്ല, ചിലപ്പോൾ പൈസ പ്രൊഡ്യൂസ് ചെയ്യുമെന്നോ അല്ലെ പുള്ളിയുടെ ഒരു ഡേറ്റ് എടുത്തിട്ട് ആരെങ്കിലും പറ്റിക്കാമെന്നോ ഒക്കെ ഉള്ളൂ മനസ്സിലാകുന്നത്. അല്ലാതെ ഇവൻ പെട്ടെന്ന് കയറി അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. സുരേഷ് ഗോപിയുടെ കണ്ടുവന്ന് ഫോട്ടോ എടുത്തിട്ട് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പറ്റിയൊരു കമൻറ്റ് ഇട്ട്. ഇതുപോലൊക്കെ ആൾക്കാർ ഇപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്സ് ഒക്കെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ കയറി മെഴുകാൻ മടിയില്ലാത്തൊരു ഊളയാണ് ഇവൻ. അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് അവന് മനസ്സിലായിട്ട് പോലും എന്താണ്. എനിക്കിപ്പോൾ ഒരുപാട് പേരെ അറിയാം, പലരെയും പരിചയപ്പെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ഇട്ട് എനിക്ക് ഇയാളെ അറിയാം അല്ലേ, ഇയാൾ ഞാനും തമ്മിൽ കമ്പനിയാണ്, ഇയാൾ ഭയങ്കര പുലിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോലും എൻ്റെ കണ്ടിട്ടില്ല ജീവിതം. എന്നാൽ എനിക്ക് ആരെയും പരിചയമില്ലാത്ത ആളും ഇവരൊക്കെ വിചാരിക്കുന്നത് ഞാൻ എപ്പോഴും മുറിയിലിരിക്കുമല്ലോ. ഒന്നാമത് കൂടുതൽ നേരം പുറത്താണ്, മുറിയിലിരിക്കുമ്പോഴേ വീഡിയോ ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുന്ന എനിക്കും ഉണ്ടാവുമല്ലോ ഒരുപാട് സുഹൃത്തുക്കൾ, സിനിമയിലുണ്ടാകും, പല 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 സ്ഥലത്തും ഉണ്ടാകും. പക്ഷെ ഇന്നേ വരെ ഒരിടത്തെങ്കിലും അങ്ങനത്തെ ഒരു സംസാരമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കോ അല്ലെങ്കിൽ ഇവിടെ പോയി കണ്ടു എന്നെ വെച്ച് സിനിമ എടുക്കാൻ പോയി എന്നെ സിനിമയിലോട്ടൊക്കെ വിളിച്ചവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോലും ഇന്നേ വരെ വന്നിട്ടില്ല. പിന്നെ സിനിമയിൽ അഭിനയിച്ച ആ വീഡിയോ വരും, അത് കഴിയുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറയും. അല്ലാതെ ഇങ്ങനെ നടന്ന് എന്താ പറയുക, നാട് നീളെ വീമ്പിളക്കി ആൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇത് കണ്ടോ ഞങ്ങൾ ഒന്നിച്ചെന്നെടുത്ത ഫോട്ടോ, ഞങ്ങൾ കൂട്ടുകാരാ എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റ് ഇടുന്നത് മഹാചളിയാ. അത് ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ കൊള്ളാം, ഈ ഏറ്റവും തറ ലോക്കൽ ചിന്താഗതിയുള്ള ആൾക്കാർ കേട്ടോ. അല്ലാതെ ജീവിത സാഹചര്യം മോശമായതുകൊണ്ടൊന്നും അല്ല ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കോളനി എന്ന വാക്ക് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ എന്തോ വേറെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ വാണം എന്നുള്ളത് മാറ്റി, കണ്ണാപ്പി എന്നുള്ളത് മാറ്റി, ചേരി എന്നുള്ളത് മാറ്റി എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുക അത് വെച്ചിട്ടല്ല ഈ പറയുന്നത്. ഇവൻ്റെ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. പറഞ്ഞ് കുറേ ഉടുപ്പൊക്കെ മേടിച്ചിടുന്നുണ്ട്, ഞാനൊക്കെ കാറൊക്കെ മേടിക്കുന്നുണ്ട്, കുറച്ച് പൈസ കിട്ടി ഇപ്പോൾ ചെയ്യാൻ പറ്റി. ഈ എന്താ അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തിലൊക്കെ കാണിക്കുന്ന ആൾ, അതിനപ്പുറത്തോട്ട് എനിക്ക് ഇയാളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുറച്ചായി കാണുന്നത് ഇങ്ങനെ ദിലീപ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇവന് നാണയില്ല, ഇവനെന്തിനകത്ത് ഇടപെടുന്നത്, ഇവനാരാ, ഇവൻ എന്തിനാ ഈ ഒരു ആളും സംസാരിക്കാത്ത വിഷയത്തെ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരുന്നത്. ദിലീപ് പൈസ കൊടുത്തിട്ടാണെന്നൊക്കെ വിചാരിക്കും, മനസ്സിലായില്ലേ? ഇവന് കാശ് കൊടുത്ത് ഇവനെന്തും ചെയ്യുന്നവനാ. ഇവൻ ഇൻ്റർവ്യൂസ് ഒക്കെ എത്ര ലക്ഷത്തിനാണ് ചെയ്യുന്നതെന്നും അതിൻ്റെയൊക്കെ എത്ര ലക്ഷം GST എന്നുള്ള കണക്ക് വരെ എനിക്കറിയാം, മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന ഇൻ്റർവ്യൂ ഈ കാണുന്നത്. അതിനിടെ ഇരുന്നുകൊണ്ട് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് തള്ളി വിടുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാത്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ദിലീപിനെ എന്തോ പൈസ മേടിച്ച് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിലീപിന് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്ന ഒരുത്തിനെ പോലെ, അറിയാത്ത പോലെ സൈഡിലൊക്കെ ഇരുന്ന് പൊതു അഭിപ്രായം പോലെ ഇരുന്ന് വിളിച്ചു എങ്ങനെയൊക്കെ വിളിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരാളെ പോലെ. അപ്പോൾ വീണ്ടും ആൾക്കാർ ദിലീപിനെ തെറി വിളിക്കും. ഒരു കാര്യമില്ല ഇവൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ദിലീപിനെ വല്ല പൈസ മേടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇനി വല്ല സിനിമ എടുക്കാമെന്നോ അങ്ങനെയുള്ള വല്ല കണ്ടീഷനുണ്ടോ ഇതിനിടയിൽ, ഇവർ തമ്മിൽ അങ്ങനത്തെ വല്ല ഡീലുണ്ടോ എന്നൊന്നും അറിയത്തില്ല, മനസ്സിലായോ?
നമ്മളീ പറയുന്ന പോലെ അല്ലല്ലോ എല്ലാം. അത് വല്ലതും ആവാനും മതി, അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. എന്താണേലും അഖിൽമാരാറിനെ അധികം ദിലീപ് കൂടെ പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തോട്ട് നിന്ന് അകറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ഈ പൊട്ട ഷോയ്ക്കകത്ത് കിടന്ന് അതിനകത്ത് എങ്ങനെയാണ് ഷോ നടക്കുന്നതെന്ന് എനിക്കറിയാം, ഇതെങ്ങനെയാണ് മൊത്തത്തിലുള്ള പരിപാടി എന്നുള്ളത്. അങ്ങനത്തെ പരിപാടിക്കകത്ത് ഇറങ്ങിയിട്ട് കുറേ ഹൈപ്പ് കൊടുത്ത് ചാനലിന് കൂടെ ഉള്ളൊരു പരിപാടി അത്രേ ഉള്ളൂ. നേരത്തെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓർത്ത് ഇനി യേശുദാസും മറ്റേ എം ജി ശ്രീകുമാറും ഒക്കെ ഔട്ടായിട്ട് ഐഡിയ സ്റ്റാർ സിംഗർ പാടിയവരായിരിക്കും ഇനി മലയാള സിനിമയിലെ പാട്ടുകാരെന്ന്. പക്ഷേ അവരൊന്നും അധികം പേരെ പിന്നെ ഇവിടുന്ന് കണ്ടില്ല, സ്റ്റേജിൽ പോലും പാടുന്നതായിട്ട് കണ്ടില്ല. ഇപ്പോൾ ടി വി ഷോയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വളരെ കുറച്ച് പേരെ രക്ഷപ്പെടുത്തുള്ളൂ. ഷാറുഖ് ഖാൻ പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളത്, ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാൽ ഇതൊന്നും പോരാ, ഈ ടാലൻറ്റ് പോരാ അതിന്. അപ്പോൾ അതിനകത്തുനിന്ന് പോയവരും വന്നവരും ഒക്കെ എവിടെയാണോ എന്തോ കുറേ സീസണായി. ആർക്കെങ്കിലും കുറച്ച് പേരെ ഓർമ്മയുണ്ട് ഇങ്ങനെ മെഴുകി നടക്കുന്നവർക്ക്. അവനൊക്കെ ഈ റോബിനൊക്കെ അല്ലാതെ തന്നെ വേണം മെഴുകാവുന്നതേ ഉള്ളൂ. അഖിൽമാരാർ അതിന് മുമ്പേ മെഴുകി കൊണ്ട് നടന്നവനാണ് അവൻ. അതേപോലെ തന്നെയൊക്കെ തിരിച്ച് വന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനിടയ്ക്ക് കുറച്ച് പൈസ കിട്ടി ശരിയാ, അത് കൊള്ളാം. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതിപ്പോൾ അഖിൽമാരാർ പറഞ്ഞ പോലെ തന്നെ ലുലു മോളിൽ പോയി തുണി നോക്കി നിന്നാൽ ചിലപ്പോൾ ആൾക്കാർ കാണുമല്ലോ, തുണി കൊടുക്കാൻ ഇറങ്ങിയ ആൾക്കാർ കാണുമെന്ന് പറഞ്ഞ പോലെ ബാങ്ക് കൊള്ളയടിച്ചാലും പൈസ കിട്ടും, വേറെ എന്ത് പണി പല പണികൾക്കും പൈസ കിട്ടും. അതുപോലെ പൈസ കിട്ടിയെന്നേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ അല്ലേ, അതിൽ കൂടുതലുണ്ടോ. അപ്പോൾ ഇവൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി കറക്കി കിടന്ന് ഇനിയിപ്പോൾ ദിലീപിനെ ഇല്ലാത്ത പേര് ദോഷം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആരുടെ കൂടെ കൂടിയാലും ഒരു പ്രയോജനം ഇവനെ കൊണ്ട് ഉണ്ടാകത്തില്ല. ഇവന് പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഓരോന്ന് കഥയൊക്കെ പറഞ്ഞാണേലും പറ്റിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ ഇയാളെ പറയത്തുള്ളൂ. ഇയാൾ അതിനപ്പുറത്തോട്ട് ഒരാളോട് ആത്മാർത്ഥതയുള്ള ആളല്ല. എന്തെങ്കിലും പരിപാടിക്ക് പിടിച്ചാൽ തന്നെ അവിടെ കിടന്ന് എന്തെങ്കിലും ആരമ്പുണ്ടാക്കി എവിടെയെങ്കിലും ഒരു ചെറിയ സൂക്കേട് ആൾക്കാർക്ക് ഉണ്ടാക്കാതെ പോകത്തില്ല. എന്തെങ്കിലും പറ്റിക്കാൻ ശ്രമിച്ചെന്നിരിക്കും, ഉടായ്പ വർത്താനം പറഞ്ഞെന്നിരിക്കും. പിന്നെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു പോയാൽ അത് പബ്ലിക്ക് വിളിച്ച് പറയാനും സാധ്യതയുള്ള കണ്ട് സാഹുമോൻ എന്തോ പറഞ്ഞു എന്നോട് വന്നിട്ട് അങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ പറയുന്നൊരു ഒരു ചേപ്പയെ കണ്ടില്ല, ചേപ്പയെന്നൊക്കെ പറഞ്ഞത്. ഇനി ആ വാക്കിനെയും വല്ല നിരോധിച്ചോ, കോളനി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വാക്ക് അങ്ങനെ ഇത്ര വൃത്തിയിട്ടവന്മാർ അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇങ്ങനെ അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞതൊക്കെ വന്ന് വിളിച്ച് പറയുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അതിന് പല രീതിയിൽ പലയിടത്തും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അങ്ങനെയുള്ളവന്മാരെ വിളിക്കുന്നത് അങ്ങനത്തെ പണിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലേ നമ്മളിതൊക്കെ പറയും ഓരോരുത്തരെ പറ്റിയും. അത് കേട്ടിട്ട് ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് പിന്നെ പിന്നെ പതുക്കെ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ആരുടെ കാര്യം അങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ഏതോ ഒരുത്തിന് ഇങ്ങനെ കുറച്ച് നാളായിട്ട് അലമ്പാ. ആരാന്നത്? അതൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ആദ്യമേ അത് കണ്ടിട്ടൊന്നും ആൾക്ക് അന്ന് എന്നെ ചീത്തോളൂ. വേറെ ആരുമല്ല, റീനാലക്സ്. റീനാലക്സിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം. ഇപ്പോൾ സൂപ്പറാണ്. അന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞപ്പോൾ എൻ്റെ ഇതിന് റിപ്പോർട്ട് അടിച്ച ആൾക്കാരുണ്ട്, ഇവളുടെ ഫാൻസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ അവന്മാരുടെയൊക്കെ അവസ്ഥയൊന്നും ചോദിച്ചു. റീനാലക്സിൻ്റെ വീഡിയോ ഒക്കെ കാണണം, പൊളിയാ. എന്നെ തെറിയാന്നറിയാം വിളിക്കുന്നത്, ചുമ്മാ ഇതങ്ങ് തെറി വിളിക്കുക റീനാലക്സ്. അവൾക്ക് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞാൽ അവൾക്ക് കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ ഇവന്മാർ വന്നിട്ട് എന്നെ തെറി വിളിക്കുക, ഞാൻ കണ്ട് തെറ്റ് ചെയ്ത പോലെ. എന്നിട്ട് ഞാൻ പറയുന്നത് ശരിയല്ലെന്ന്. അവസാനം ഇപ്പോൾ ദാണ്ട കിടക്കുന്നു. ആ പറഞ്ഞവന്മാരും അതുപോലെ തന്നെ ഇവളെ സപ്പോർട്ട് ചെയ്തവരും വെട്ടിരിക്കുകയെന്നല്ല, അവർക്ക് കാര്യം മനസ്സിലായത് ഇപ്പോഴാണെന്നുള്ളതാണ്. ഒത്തിരി ലേറ്റ് ആയിപ്പോയി. ഇതൊക്കെ ആദ്യമേ പറയുമ്പോഴേ മനസ്സിലാക്കണ്ടേ സുഹൃത്തെ, അല്ലാതെ ഇതൊക്കെ ഇത്രയും ദിവസം വൈകേണ്ട കാര്യമുണ്ടോ? തുടക്കത്തിൽ അറിഞ്ഞിരുന്നേ അത്രയും പൊട്ടത്തരം കേൾക്കണ്ടെന്നല്ലേ. ഇവള് പറയുന്ന ഭ്രാന്താണെന്നെങ്കിലും അത് മനസ്സിലായിട്ടില്ല. നേരത്തെ പറഞ്ഞതിന് ഭ്രാന്തില്ല, ഇപ്പം പറയുന്നതിന് മാത്രമേ ഭ്രാന്തുള്ളൂ. എന്തിലാട്ടെ ശരി.